എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാത്ത ഒരു കേക്ക്, വെട്ട് കേക്ക് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പുറമേ നല്ല ക്രിസ്പിയുമാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതോടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ജാറിൽ ഇവിടെ കൊട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത്തിരി വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് കൂടെ ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് മൈദപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഈ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കുക. പിന്നെ ഇപ്പോൾ ഈ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കുഴച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എന്തായാലും മൈദപ്പൊടി തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതിലും കട്ടിയാവണ്ട, ഈ ഒരു രീതിയിൽ ഈ ഒരു ലെവലിൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് മൈദപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനി ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി അരമണിക്കൂർ കഴിയട്ടെ. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറൊന്നും വെക്കണമെന്നില്ല, അരമണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ചെയ്യുന്ന പോലെ മൊത്തം എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ എടുത്തിട്ട് നേരത്തെ സൺഫ്ലവർ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒരു മീഡിയം ലെവലിലേക്ക് വെക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഉള്ളത്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത്തിരി നെയ്യ് കയ്യിൽ തടവി കൊടുത്താൽ മതി. ഇനി നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എണ്ണ എടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ആ ഒരു സൈഡ് മുഴുവൻ നന്നായിട്ടൊന്ന് ആവട്ടെ. നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കളറൊക്കെ മാറി വന്നാൽ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വെട്ട് കേക്കിൻ്റെ വെട്ടൊക്കെ അതിലേക്ക് തന്നെ ശരിക്കും വെടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കട്ടിങ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതുപോലെ നമുക്ക് നല്ല കറക്റ്റായിട്ട് വരും. നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശം നന്നായിട്ട് ആയിട്ടുണ്ടാവും. എന്നാൽ പുറമേ നല്ല ക്രിസ്പിയുമാണ്. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് തയ്യാറായി കഴിഞ്ഞു. 20 എണ്ണമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്